2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച പീലാത്തോസിന്റെ അരമനയ്ക്ക് പുറത്ത് നിസ്സംഗതനായി നിൽക്കുന്ന ഈശോ. മതപണ്ഡിതന്മാരുടെ ആവശ്യപ്രകാരം എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറഞ്ഞ് പീലാത്തോസ് ഈശോയെ കുരിശിൽ തറയ്ക്കാൻ വിധിച്ചു. പാവ ഈശോ ഒന്നും മിണ്ടാതെ പീലാത്തോസിനെ നോക്കുക മാത്രം ചെയ്തു. പീലാത്തോസിന്റെ പട്ടാളക്കാർ ഈശോയെ ഒത്തിരി കളിയാക്കി. എന്നിട്ടവർ വലിയൊരു കുരിശ് ഈശോയ്ക്ക് ചുമക്കാനായി തോളിൽ വെച്ചു കൊടുത്തു. പട്ടാളക്കാർ ഈശോയെ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോയി. പോകുന്ന വഴിയിലെ കല്ലിൽ തട്ടി നമ്മുടെ ഈശോ നിലത്ത് വീണു. ഭടന്മാർ ഈശോയെ വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തിച്ചു. വഴിയിൽ വെച്ച് ഒരു സങ്കടകരമായ കാര്യമുണ്ടായി. എന്താണെന്നോ, നമ്മുടെ ഈശോ തന്റെ അമ്മയായ മറിയത്തെ കണ്ടുമുട്ടി. ഏറെ സങ്കടകരമായ കാര്യമല്ലേ അത്? തന്റെ മകന്റെ നെറ്റിയിൽ നിന്ന് വീണ രക്തത്തുള്ളികൾ ഏതമ്മയുടെ ഹൃദയത്തെയാണ് തകർക്കാത്തത്? ഈശോയുടെ കുരിശും ചുമന്നുള്ള യാത്രയിൽ പട്ടാളക്കാരാണെങ്കിൽ വഴിയിൽ നിന്ന് പണി കഴിഞ്ഞു വരുന്ന ശിമയോനെ കണ്ടു. അവർ ശിമയോനെ ഈശോയുടെ കുരിശു ചുമക്കാൻ നിർബന്ധിച്ചു. വാടിത്തളർന്ന ഈശോയെ വഴിയിൽ വെച്ച് വെറോനിക്ക കണ്ടുമുട്ടി. ഭക്തയായിരുന്ന അവൾ തന്റെ കയ്യിലിരുന്ന തുവാല കൊണ്ട് ഈശോയുടെ മുഖം തുടച്ചു. ഇപ്പോഴുണ്ടല്ലോ ഈശോയുടെ മുഖം ആ തുവാലയിൽ പതിഞ്ഞു. ഈശോ വീണ്ടും വീണെങ്കിലും പട്ടാളക്കാർ ഈശോയെ എഴുന്നേൽപ്പിച്ച് വീണ്ടും നടത്തി. ബഹളങ്ങൾ കേട്ട് ജെറുസലേമിലെ സ്ത്രീകൾ എത്തി. ഈശോയുടെ അവസ്ഥ അവരെ ഏറെ വേദനിപ്പിച്ചു. അത് കണ്ടപ്പോൾ ഈശോ അവരെ ആശ്വസിപ്പിച്ചു. ഗാഗുൽത്താ മലയിൽ എത്താറായപ്പോൾ ഈശോ വീണ്ടും നിലത്ത് വീണു. പട്ടാളക്കാർക്ക് ദേഷ്യം വന്നു. അവർ ഈശോയെ വലിച്ചെഴുന്നേൽപ്പിച്ചു. ഗാഗുൽത്താ മലയിൽ എത്തിയപ്പോൾ പട്ടാളക്കാർ ആദ്യം ചെയ്തത് ഈശോയുടെ വസ്ത്രമഴിക്കലായിരുന്നു. യാതൊരു ദയയുമില്ലാതെ നമ്മുടെ ഈശോയെ പട്ടാളക്കാർ കുരിശിൽ തറച്ചു. ഒപ്പം 2 കള്ളന്മാരെയും കുരിശിൽ തറച്ചു. ഈശോയുടെ കണ്ണുകളിൽ നിരാശയില്ലായിരുന്നു. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലോകത്തെ രക്ഷിച്ചു. ഒപ്പം തന്റെ ജീവൻ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. മകന്റെ ശരീരം അമ്മയുടെ മടിയിൽ കിടത്തിയപ്പോൾ ആ അമ്മയുടെ ഹൃദയം ഏറെ തകർന്നുപോയി. എന്നാലുണ്ടല്ലോ, കല്ലറയിൽ അടക്കിയെങ്കിലും 3 ദിവസം കഴിഞ്ഞപ്പോൾ ഈശോ വിജയശ്രീ ലാളിതനായി ഉയർത്തെഴുന്നേറ്റു.